ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നാൾ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ജെല്ലി മിഠായി ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരുപാട് പശ കിട്ടുന്നൊക്കെ നോക്കിയിട്ടില്ല. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം, അത് സത്യമാണോ ഇല്ലയോ. നമ്മളെ മക്കളും കഴിക്കുന്നതാണല്ലോ. ഇന്നിപ്പോൾ അത് വീട്ടിൽ വാങ്ങിച്ചു വരുന്ന മുതലാണ്. നമുക്കതൊന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ തുണിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് തുണി കണ്ടാ, ഇതുമ്പോൾ പ്രത്യേകിച്ച് ഒരു പാടുകളും ഇല്ല. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മളിതാ ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്കിത് പിഴിഞ്ഞ് നോക്കാം, നമുക്ക് എന്താണ് ഇതിൻ്റെ വാസ്തവ, എന്താണ് ശരിയാണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. പിഴിയാൻ പോകണേ. ഇതിന് നമുക്ക് എന്താ കിട്ടുന്നത് അറിയണമല്ലോ. പശയാണോ അതോ ഇത് യഥാർത്ഥ ജെല്ലി മിഠായി ആണോ, അതുകൊണ്ട് നമുക്കൊരു കേടുപാടും ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. പശ ഉണ്ടൊക്കെ നോക്കണമല്ലോ. നമുക്കൊന്ന് വൃത്തി നോക്കാം, ഇതിൽ പശ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത് നോക്ക്, നമ്മളെ മക്കൾ എത്രത്തോളമാണ് പശ നമ്മുടെ വയറ്റിൽ എത്തുന്നത് നോക്ക്. ഇത്രത്തോളം പശയാണ് നമ്മൾ ജെല്ലി മിഠായി കഴിച്ചിട്ട് വയറ്റിലേക്ക് എത്തുന്നത്. ഇത് നോക്കണ്ട, അടർന്നു വരികയാണ് പശ. ദയവ് ചെയ്ത് ഈ മിഠായി ആരും മക്കൾക്ക് കൊടുക്കരുതിട്ടാ. നമ്മൾക്ക് മക്കൾക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരിക എന്നുള്ളത് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. ഓക്കെ, ബൈ.